ഇതാണ് നമ്മുടെ ജംഗ്ഷൻ, കല്ലേലി ഭാഗം പുത്തൻചന്ത. ഇതിനകത്ത് കുറച്ച് വിശിഷ്ട അതിഥികൾ ഇരിപ്പുണ്ട്. ഇത് ഞങ്ങളുടെ റെയിൻബോ കടയുടെ മുതലാളി നവാസുക. ഇതാണ് ഞങ്ങളുടെ വാസകേന്ദ്രം. ഇത് റഷ്യാലിയൻ ബിസിനസ്സുകാരനായ റഷ്യാലിയൻ, രാഷ്ട്രീയ പ്രവർത്തകനായ ഷാൻ, കച്ചവടക്കാരനായ തയ്യബ്. പോവാം നമുക്ക്. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി തഴവായി വരെ പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഉണ്ട്. എങ്കിലും അവിടെ പോയി ചായ കുടിക്കാൻ ഒരു ആഗ്രഹം, അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുഴയും തോടും കാടും മേടും താണ്ടിയാണ് ചായ കുടിക്കാൻ പോകുന്നത്. നല്ല വെള്ളം, നല്ല റോഡ്. ഈ സ്ഥലമൊക്കെ ഏതാണെന്ന് അറിയാമോ? അങ്ങനെ ഫൈനലി നമ്മൾ കടയിലെത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു കടയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ 6 കിലോമീറ്റർ സഞ്ചരിച്ച് വന്നത്. 6 കിലോമീറ്റർ ഇറങ്ങിയില്ലേ? കടയമംഗലം റഷീദിന്റെ വകയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ. എങ്ങനെയുണ്ട് റോജാന? എനിക്ക് പിന്നെ അത് കോളിഫ്ലവർ എടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട് കോളിഫ്ലവർ. അല്ല മേടിക്കും. എല്ലാവരും കൂടെ വന്ന് ചായ കുടിച്ചിട്ടുണ്ട്. അടിപൊളി ചായ ഉണ്ടാക്കി. നീ ഒരിക്കൽ 2 പ്രാവശ്യം വന്നല്ലേ? രാവിലെ കോഴിക്കോട് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തായി? എന്താണ് ബുക്ക് ചെയ്യുന്നില്ലേ? 500 രൂപ ഇപ്പോൾ കൊടുത്തു കൊടുക്കും. കൈവടെ പോയി നമുക്ക് 500 മതിയില്ലേ? അങ്ങോട്ട് കടന്ന സ്ലീപ്പറാണ്. 4 പേർ കൂടെ ഒരാൾക്ക് 210 രൂപ. ഇപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കാശൊക്കെ കൊടുത്ത് ഇറങ്ങുകയാണ്. നമ്മൾ ഇടുക്കിയത് ഏകദേശം ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടം വരെ. പക്ഷേ നല്ല അടിപൊളി കടിയാണ്. ഇടയ്ക്ക് ഞങ്ങൾ വരാറുണ്ട്. ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഓരോ സ്പോട്ടുകളും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം, കാണിച്ചു തരാം. ഒരുപാട് സ്പോട്ടുകളുണ്ട് ഇതുപോലത്തെ, എല്ലാം കാണിച്ചു തരാം. മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന്. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. വൈകുന്നേരത്തെ ചായ കുടിക്കാനുള്ളൊരു യാത്ര, അടിപൊളി യാത്ര. ലൈഫിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്ത് പാടുന്ന വെള്ളം കയറി കിടക്കുക. ഇതാണ് വെളുത്തമണൽ ജംഗ്ഷൻ. ഇത് നമ്മുടെ സ്വന്തം വെളുത്തമണൽ ജംഗ്ഷനാണ്. നല്ലൊരു ജംഗ്ഷനാണ്. ഒരുപാട് ഹോട്ടലുകളും ചായക്കടകളും ഒക്കെ ഉണ്ട്. വേറൊരു ദിവസം വന്ന് ഞങ്ങൾ കാണിച്ചു തരാം. നേരെ പോയ റെയിൽവേ സ്റ്റേഷൻ, ഇത് നേരെ കാരൂക്കടവിൽ പോകുന്ന വഴി. ഇത് നമ്മുടെ കല്ലേരി ഭാഗത്തോട്ട് പോകുന്ന വഴി. ഇതാണ് വെളുത്തമണൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഇത് നമ്മുടെ അടുത്ത വേറൊരു ജംഗ്ഷനാണ്, ഡ്രൈവർ ജംഗ്ഷൻ. കരുനാഗപ്പള്ളി പോകാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നേരെ പോയാൽ മാളിയേക്കൽ ഗേറ്റ് ഇറങ്ങി പാലം കയറി നമുക്ക് കരുനാഗപ്പള്ളിക്ക് പോകാം. ഈ റോഡ് ഇത് നേരെ ശാസ്താംകോട്ട, വർണ്ണിക്കാവ്, കൊട്ടാരക്കരയൊക്കെ പോകുന്ന റൂട്ട്.
പുറത്തേക്ക് കയറുന്നത്. റെയിൽവേ ഗേറ്റ് അടവാണ്, അതുകൊണ്ട് നമുക്ക് പാലം കയറി അത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ പാലം വന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പാലത്തിൽ ഇതാണ് കാളച്ചന്ത, പാലാരിത്തോട്ടം കാളച്ചന്ത. LDF സർക്കാരിൻ്റെ വികസന പാതകളിൽ ഒന്നാണ് ഈ റെയിൽവേ മേൽപ്പാലം. പോളിടെക്നിക് കോളേജാണ്. പെൻസിന് വേണ്ടിയുള്ള ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ കേരള ഫീഡ്സിൻ്റെ ലിമിറ്റഡ്. കേരള ഫീഡ്സ് ഇതുവഴി നമുക്ക് നമ്മുടെ കല്ലേരി ഭാഗത്തേക്ക് എന്ന് കയറാം. അങ്ങനെ ഞങ്ങൾ നീണ്ട ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്നേക്കാം. ഒരു ചായ കുടി യാത്ര.